മുരാരി ബാബുവിനെ തേടി വിജിലൻസ് സ്പെഷ്യൽ സംഘം. അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്ന വിജിലൻസിന്റെ അമാസ്മെന്റ് സംഘമാണ് ചങ്ങനാശ്ശേരിയിലെത്തിയത്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ എത്തി മുരാരി ബാബുവിന്റെ വീടിന്റെ രേഖകൾ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സനോജ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? പറയൂ. അക്ഷയ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസിന്റെ അമാസ്മെന്റ് സംഘം ഇന്ന് മുരാരി ബാബുവിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവർ ചങ്ങനാശ്ശേരിയിൽ എത്തിയിരുന്നുവെങ്കിൽ കൂടിയും ഇ.ഡി. സംഘം പരിശോധന നടത്തുന്നതിനെ തുടർന്ന് മടങ്ങിപ്പോവുകയായിരുന്നു. ഇന്ന് ഇവർ ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിലാണ് മുരാരി ബാബുവിന്റെ വസതിയുള്ളത്. അതിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഈ സംഘം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശേഖരിച്ചു. ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ നിന്നും സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളും ശേഖരിച്ചിട്ടുണ്ട്. ഇത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് മുരാരി ബാബു ഈ ഭൂമി വാങ്ങിയത്, എന്നാണ് ഈ ഭൂമി ഇടപാട് നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അന്വേഷണം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുവാനാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. അക്ഷയ്.